നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം 3 മണിക്കൂറിന് മീതെ കടന്നിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ പ്രാസംഗികനായിട്ട് വന്നിരിക്കുന്ന എന്നെ നോക്കുന്ന നിങ്ങളുടെ കണ്ണുകളിൽ ഞാനൊരു അപേക്ഷ കാണുന്നുണ്ട്, ഒരു പ്രതീക്ഷ കാണുന്നുണ്ട്. അത് ഞാൻ തെറ്റിക്കില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിച്ചു തരാം. അതുകൊണ്ട് തന്നെ വിശദമായി വേദിയിലിരിക്കുന്നവരെയോ അല്ലെങ്കിൽ സദസ്സിലിരിക്കുന്നവരെയോ ഞാൻ പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നില്ല. ഇത് അതിമനോഹരമായൊരു സായാഹ്നമാണെന്ന് ധർമ്മ സംസ്ഥാപനാർത്ഥം ഒത്തുചേർന്നിരിക്കുന്ന ധർമ്മ പോരാളികളെയാണ് ഞാൻ വേദിയിലും സദസ്സിലും കാണുന്നത്. ധർമ്മ സംസ്ഥാപനം എന്ന് തന്നെയാണ് നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വളരെ ചെറിയ ഒരു എക്സാമ്പിൾ, ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് തരാം. ഞാനൊരു യാത്രികനാണെന്ന് നിങ്ങൾക്കറിയാം. യാത്രയുടെ ഭാഗമായിട്ട് ചാർധാം യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാവുന്ന ഒരു ചെറിയ പ്രദേശമാണ് ബഡ്കോട്ട് എന്ന് പറയുന്നത്. ബഡ്കോട്ടിൽ നിന്ന് നമ്മൾ ഉത്തരകാശിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് ഹെയർപിൻ വളവുകളുള്ള ഒരു മലയിറങ്ങി വരുമ്പോൾ മഹർഗാവ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ആ കൊച്ചു ഗ്രാമത്തിൽ ഒരു ചെറിയ ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്ത് പ്രകൃതി രൂപം കൊടുത്തിട്ടുള്ള 5 തലകളുള്ള പഞ്ചാനൻ മഹാദേവ്, അതിന് പറയുന്ന പ്രാകൃതിക് പഞ്ചാനൻ പൗരാണിക് മഹാദേവ് എന്ന പേരിലുള്ള ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രമാണ്. ഒരു കഷ്ടി 10 പേർക്ക് കടന്നു പോകാവുന്നൊരു ഗുഹ. അതിനകത്ത് പിന്നെ അവർ പുറത്ത് വന്നിട്ട് അടുത്ത 10 പേർക്ക് കിടക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ഗ്രാമത്തിലൊരു ഗുഹയിലേക്ക് ഒരു 10-15 കൊല്ലം മുമ്പ് ഒരിക്കൽ ഞാൻ അവിടെ കടന്നു ചെന്നു. അപ്പം അന്ന് ഈ ഗുഹയൊക്കെ ഇറങ്ങി സ്പൈറലൊക്കെ തിരിഞ്ഞ് ഛർദ്ദിച്ച് അവശരായി വരുന്ന യാത്രക്കാർക്ക് കയറിപ്പോകാൻ പറ്റാത്തത്രയും ഉയരത്തിലാണ് ഈ ഗുഹ നിൽക്കുന്നത്. ഏകദേശം ഒരു 90 മീറ്റർ മുകളിൽ അല്ല 900 മീറ്റർ മുകളിലേക്ക് കയറി മലയുടെ മുകളിൽ ചെന്ന് ഈ ഗുഹയിൽ ചെന്നപ്പോൾ 3 ഗ്രാമവാസികൾ ഈ ഗുഹയ്ക്ക് മുന്നിലായിട്ടിരിക്കുന്നുണ്ട്. ഒരാളൊരു പഴയ ടോർച്ചും പിടിച്ചിരിക്കുന്നുണ്ട്. ഗുഹയ്ക്കകത്ത് വരുന്നവരെ ഈ ഗുഹയിലെ അത്ഭുതങ്ങൾ, അവിടെ ഗംഗയുണ്ട്, പ്രകൃതി രൂപപ്പെടുത്തിയ ഗണേശൻ്റെ വിഗ്രഹമുണ്ട്, പഞ്ചാനൻ മഹാദേവനുണ്ട്. ഇതൊക്കെ ടോർച്ചടിച്ച് കാണിക്കാൻ വേണ്ടി ഒരു ബാലൻ ഇരിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ഒരു റെസീറ്റ് ബുക്കും വെച്ച് ഒരു പ്രായമായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. വരുന്നവർക്ക് ചന്ദനം തൊട്ട് കൊടുക്കാൻ വേണ്ടി ഒരു പൂജാരി അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ചന്ദനം കലക്കി വെച്ചിരിക്കുന്ന പാത്രമൊക്കെ പറ്റിപ്പോയിരിക്കുന്നു, കാരണം അവിടെ ആരും അങ്ങനെ വരാറില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പോൾ ഓൾറെഡി ഈ പ്രദേശത്ത് ഒരു തുരങ്കം പണിയാൻ വേണ്ടി ഈ പ്രദേശം ഈ പറയുന്ന നിങ്ങളുടെ ഗ്രാമത്തെ ഒഴിവാക്കിക്കൊണ്ട് ചാർധാം യാത്ര നടത്താൻ വേണ്ട സർവേ നടന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ 3 പേര് ഇവിടെ ഇരുന്നിട്ട് ഒരു ദിവസം സമ്പാദിക്കുന്നത് 100-150 രൂപയായിരിക്കും. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ സമയം കളഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ചാർധാം യാത്രയുടെ ഗൈഡായിട്ട് ഇപ്പോൾ കൂടെ കുറേയും കൂടിയും ബെറ്റർ ആയിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് വരില്ലേ എന്ന് ചോദിച്ചു. അപ്പം അന്ന് ആ വയസ്സായ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു മറുപടി എന്താണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന മഹാദേവനാണ്, ഈ മഹാദേവനെ പൂജിച്ച് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ധർമ്മമാണ്. ഈ ധർമ്മമാണ് ഞങ്ങൾ പാലിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ നിന്ന് എത്ര പൈസ കിട്ടുന്നു എന്ന് നോട്ടമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മോശമായി പോകുന്നു എന്ന് പരാതിയില്ല. ഞങ്ങളുടെ ധർമ്മം ഞങ്ങളുടെ ഗ്രാമത്തിൽ അവതരിച്ച മഹാദേവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ന് ആ പ്രദേശത്ത് കടന്നു പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ 3 മണിക്കൂറെങ്കിലും ക്യൂ നിൽക്കാതെ നിങ്ങൾക്ക് ദർശനം കിട്ടില്ല. മാത്രവുമല്ല, ആ പ്രദേശത്ത് വെറും കുടിലുകൾ മാത്രം ഉണ്ടായിരുന്ന പ്രദേശത്ത് നിന്ന് സ്വന്തമായ ഹോട്ടലുകൾ വന്നു, താമസിക്കാവുന്ന സ്ഥലങ്ങൾ വന്നു. ഇനിയിപ്പോൾ നാളെ ഒരു തുരങ്കം വന്ന് ആ ഗ്രാമത്തെ ചാർധാം യാത്രയിൽ നിന്ന് ഒഴിവാക്കിയാൽ പോലും പഞ്ചാനൻ മഹാദേവനെ കാണാൻ വേണ്ടി ആളുകൾ അവിടേക്ക് പോകുന്നൊരവസ്ഥ വന്നു. ആ ഗ്രാമവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു, ആധ്യാത്മിക നിലവാരം മെച്ചപ്പെട്ടു. ഇതാണ് ധർമ്മത്തെ സംരക്ഷിക്കുന്നവനെ ധർമ്മം സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത്. നമ്മളെല്ലാം തന്നെ പല വിധത്തിൽ ധർമ്മത്തെ സംരക്ഷിക്കാൻ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിലെ ഏറ്റവും വലിയ രാജ്യത്തെ സംരക്ഷിക്കുന്ന ധർമ്മം നിർവഹിച്ച മിലിറ്ററിക്കാർ ഇവിടെയുണ്ട് നമ്മുടെ കൂടെ. അവരുടെ പാഠങ്ങൾ നമ്മൾ കേട്ടു, അവരുടെ അനുഭവങ്ങൾ കേട്ടു. അതുപോലെ താന്ത്രിക വിധികൾ പരാജയപ്പെടുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയ ഒരു പോരാളി തന്നെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രസംഗം നടത്തി മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയ ഒരു അത്ഭുത ജന്മമായിട്ടാണ് സുനിൽ സാറിനെ ഞാൻ കാണുന്നത്. ഇനി നമ്മൾ ഒരിക്കലും ആധ്യാത്മികതയുടെ പേരിൽ ഒരു പോരാട്ടം സംഘടിപ്പിക്കാൻ ആളെ പ്രതീക്ഷിക്കാത്തൊരു പ്രദേശത്തു നിന്നാണ് ലക്ഷ്മി മാഡം വരുന്നത്. അവരൊക്കെ എത്രയോ ആവേശത്തോടെ പഠിച്ചു. സ്വാമിജി ഇവിടെയുണ്ട്. ഞാൻ സ്വാമിജിയായിട്ട് സംസാരിച്ച നേരത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ തൃശ്ശൂർ 2 ദിവസം മുമ്പുണ്ടായിരുന്നു, ഞാൻ തൃശ്ശൂർകാരനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ഗോശാല പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, തിരിച്ചു വരികയാണ്, നമ്മളുടെ നാട്ടിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ട് കളഞ്ഞ ധർമ്മം തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഞാൻ തിരുനാവായയിൽ നടക്കുന്ന മഹാമഹത്തെ പറ്റി നമ്മളിവിടെ സംസാരിച്ചു. ഈ തിരുനാവായിലെ മഹാമഹത്തിൻ്റെ സമയത്ത്, തിരുനാവായ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ തൃശ്ശൂരുകാരനാണ്, വളരെ അടുത്ത് കിടക്കുന്ന ഒരാളാണ്. തിരുനാവായ എന്ന് പറഞ്ഞാൽ ശേഷക്രിയകൾ നടത്താനുള്ളൊരു സ്ഥലം. ആ സ്ഥലത്തെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഇലകളും
പാറിക്കെടുക്കുന്ന വറ്റുകൾ കൊത്തിപ്പറക്കാൻ വരുന്ന ബലിക്കാക്കകളും മാത്രമാണ്. അങ്ങനെ ആരുമില്ലാതെ ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായും ശൂന്യമായി കിടക്കുന്ന നിളയുടെ പൊട്ടിപ്പൊളിഞ്ഞ പടവുകളുള്ള ഒരു പ്രദേശമായി എൻ്റെ മനസ്സിൽ നിന്നിരുന്ന ആ സ്ഥലം ഇപ്പോൾ ഈ മഹാമാഘ മഹോത്സവം തുടങ്ങി നിള ആരതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ അവിടെ പോയി നോക്കൂ. എന്നോട് അവിടെ പോകുന്ന പലരും വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് പ്രയാഗ്രാജിലെ കുംഭമേളയിൽ അനുഭവപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആധ്യാത്മിക ചൈതന്യം ഇവിടെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ധർമ്മപരിപാലനത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തിരുനാവായ അതിൻ്റെ പ്രാചീനമായ പൗരാണികമായ ചൈതന്യം വീണ്ടെടുക്കുന്നു. ഇതുപോലെ പല പ്രദേശത്തും ഞാൻ സഞ്ചാരിയാണ്, ഞാൻ സഞ്ചരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കാനുള്ള അർഹത നേടുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിൽ കാണുന്ന എവിടെയൊക്കെ ധർമ്മത്തെ നമ്മൾ സംരക്ഷിക്കുന്നോ അവിടെയെല്ലാം ധർമ്മം നമ്മളെ സംരക്ഷിക്കുന്നു. ധർമ്മം ഉപേക്ഷിച്ച്, കുറച്ച് മുമ്പ് നമ്മൾ കമ്മ്യൂണിസത്തെ പറ്റി പറഞ്ഞു, ധർമ്മം ഉപേക്ഷിച്ച് വൈദേശികമായ ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ധാർമ്മികമായ ചിഹ്നങ്ങളെയും ചിന്തകളെയും ചോദ്യം ചെയ്ത് നടന്നിരുന്ന ഒരു തലമുറയുടെ വ്യക്താവാണ് ഞാൻ. ഇടതുപക്ഷ ആശയങ്ങളും തലക്കിയിട്ട് എന്നെങ്കിലും ഒരിക്കൽ ഒരുപാട് രക്തരൂഷിതമായ വിപ്ലവം നടത്തി ഒരുപാട് പേരെ കൊന്നൊടുക്കി അടിച്ചമർത്തിയതിനു ശേഷം എനിക്ക് അന്യൻ്റെ ശബ്ദത്തിൽ സംഗീതം കേൾക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് നടന്നിരുന്ന ഒരു തലമുറയുടെ വക്താവാണ് ഞാൻ. ഇന്നെനിക്ക് അന്യൻ്റെ ശബ്ദത്തിൽ സംഗീതം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് ഞാൻ രക്തദൂഷിതമായ ഒരു പോരാട്ടം നടത്തിയിട്ടില്ല, ആരെയും അടിച്ചേൽപ്പിച്ചില്ല. അവനിലുള്ളതും എന്നിലുള്ളതും ബ്രഹ്മമാണെന്നുള്ള ഒരു തിരിച്ചറിവ് വന്നപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ സംഗീതം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അവൻ്റെ വേദന എൻ്റേതായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, അവന് താങ്ങ് വേണ്ടവർക്ക് എനിക്ക് താങ്ങാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ആശയത്തിലേക്ക് ധർമ്മത്തിലേക്ക് വരുമ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ കേവലം ഒരു യാത്രയിൽ കൂടി മാറി മറിഞ്ഞാണ് എൻ്റെ അനുഭവം. നിങ്ങൾക്ക് അറിയാവുന്നൊരു കഥയുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വരുന്ന ചുവപ്പ് നിറത്തെ നമ്മൾ അരുണോദയം എന്നാണ് പറയാം. സൂര്യൻ്റെ തേരാളിയാണ് അരുണൻ, പകുതി ശരീരമേ ഉള്ളൂ, എങ്കിലും സൂര്യന് തുല്യനായ തേജസ്വിയാണ്. അപ്പോൾ അരുണനോട് ഇന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നത്, നീ സഞ്ചരിക്കുക അരുണ, സഞ്ചരിക്കുന്നവൻ്റെ ഭാഗ്യം സഞ്ചരിക്കുന്നവൻ്റെ ഒപ്പം സഞ്ചരിക്കുകയും വളരുകയും ചെയ്യുന്നു, സഞ്ചരിക്കാത്തവൻ്റെ ഭാഗ്യം കെട്ടിക്കിടക്കുന്ന ജലം പോലെ മലീമസമായി പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ, ഈ ഭാരതവംശത്തിൽ കൂടി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ, ഇവിടുത്തെ ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം ഞാൻ കാണുന്നുണ്ട്. ഇതേ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ധർമ്മ പോരാളികളായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ ധർമ്മ പോരാളികളായി നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കും. നമുക്കിവിടെ സംഗമിക്കാൻ സാധിച്ചു. ഇനി അങ്ങോട്ടുള്ള പോരാട്ടത്തിൽ പല മേഖലകളിൽ കൂടി നമ്മുടെ കഴിവിനനുസരിച്ച്, ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരെയും പോലെ നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല, പക്ഷെ നമ്മളാൽ കഴിയുന്ന അണ്ണാരക്കണ്ണനും തന്നാലായത് ഒരു മണൽത്തരി കൊണ്ട് കുടഞ്ഞിടാൻ സാധിച്ചാൽ ആ മണൽത്തരിയെങ്കിലും നമ്മൾ ധർമ്മത്തിന് വേണ്ടി കുടഞ്ഞിടുക. ആ ധർമ്മം നമ്മളെയും നമ്മുടെ സംസ്കാരത്തെയും രക്ഷിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വൈകിരിക്കുകയാണ്, അതുകൊണ്ട് ഒരുപാട് നീട്ടുന്നില്ല. ഇവിടെ എത്താൻ സാധിച്ചതിന് സകല പ്രപഞ്ച ശക്തികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരോടും നന്ദി, നമസ്കാരം. ഇനിയൊരിക്കൽ കൂടി കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.